ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ നല്ലതിനാണോ? ഇതിൻ്റെ ഒരു ഓവറോൾ എനർജിയാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. അപ്പോൾ ഇവിടെ ഏഞ്ചൽസ് എന്ത് മെസ്സേജസ് ആണ് നമുക്കായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് എന്നറിയാം. അപ്പോൾ ഇവിടെ 4 കാർഡ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏഞ്ചൽസ് മെസ്സേജസ് ആയിട്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെഡിറ്റേഷൻസ് ബ്രിങ്സ് ആൻസേഴ്സ് എന്നുള്ള കാർഡാണ്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലുക്ക് ഫോർ എ സൈൻ. തേർഡ് കാർഡ് ബിഗ് ഹാപ്പി ചേഞ്ചസ്. ആൻഡ് ഫോർത്ത് കാർഡ് വെയിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്പ്രെഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു മെസ്സേജസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മേ ബി നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ടോ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടൊക്കെ കാത്തിരുന്ന് മതിയായിട്ടുള്ള അല്ലെങ്കിൽ മടുത്തു പോയിട്ടുള്ളൊരു സമയമായിരിക്കാം. ഇനി പ്രതീക്ഷകളില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തികളുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന പേഴ്സൺസ് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്കായിട്ടുള്ള മെസ്സേജസ് ആണ് തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം മേ ബി ഒരുപാട് മാനസിക സംഘർഷങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അപ്രതീക്ഷിതമായിട്ട് പല കാര്യങ്ങളും വരുമ്പോൾ ചില ആളുകൾക്ക് ദൈവവിശ്വാസം പോലും നഷ്ടപ്പെടുന്ന അവസരം ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇനി പ്രാർത്ഥിച്ചിട്ട് എന്തിനാണ്, ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഗുണമൊന്നും കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അതായത് നമ്മൾ തന്നെ ഒന്ന് പുറകിലേക്ക് വലിയ, നമ്മൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ട് ഒന്നും ഇല്ല എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ മാനസികമായിട്ട് പതറിപ്പോവും. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ ചില വ്യക്തികൾ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നെഗറ്റീവ് എനർജിയും കാര്യങ്ങളൊക്കെ വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത പോലെ മനസ്സ് കൈവിട്ട് പോകുന്നൊരവസ്ഥ വരും. അപ്പോൾ അതുപോലെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങളിപ്പോൾ മുന്നോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഇല്ല, ഒരു ഹോപ്പില്ലാതിരിക്കുന്നൊരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ ആ ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ നമ്മളുടെ ഉള്ളിൽ തന്നെ എല്ലാത്തിനുമുള്ള ഉത്തരങ്ങളുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ഉത്തരമുണ്ട് എന്നുള്ളത് പറയാറുണ്ട്. പക്ഷേ നമുക്കത് തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നല്ലൊരു ഇൻറ്റ്യൂഷൻ നമുക്ക് തന്നെ അനുഭവപ്പെടാറുണ്ട്. പക്ഷേ എപ്പോഴുള്ള ഇൻറ്റ്യൂഷൻസും ശരിയാവണമെന്നില്ല. അപ്പം നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ആ ഒരു എന്താ പറയുന്ന ഒരു പുത്തൻ ഉണർവോടുകൂടി ഇരിക്കുമ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കണക്റ്റഡ് ആവേണ്ടുന്ന ഒരു സമയം തന്നെയാണ്. അതുപോലെ തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ടൈമും കൂടിയാണ്. അപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അകാരണമായിട്ടുള്ളൊരു ഭയം വരിക, അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻ ആവുക, ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സ് അനുഭവിക്കുക. അതായത് നമുക്കിതൊക്കെ ക്രോസ് ചെയ്ത് പോകുക എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും അത്രത്തോളം ഒരാൾ അടിയിലേക്ക് പോകുന്നൊരു സമയമാണ്. ചിലപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ വളരെ ചെറുപ്പക്കാരാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾക്കൊരു വാർദ്ധക്യം ബാധിച്ചൊരവസ്ഥയായിരിക്കാം മനസ്സിനും ശരീരത്തിനും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കണം. നമ്മളുടെ ദൈവവിശ്വാസം കൈവടിയരുത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ട്. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാനായിട്ട് തുടങ്ങും. അത് മാത്രമല്ല, നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു ലുക്ക് ഫോർ എ സൈൻ എന്നുള്ളൊരു കാർഡ് എന്ന് പറയുന്നത്, നമ്മളൊരുപാട് ഭയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചില ചോദ്യങ്ങളുടെ ഉത്തരമൊക്കെ അറിയണമെന്ന ആഗ്രഹത്തോടെ നമ്മൾ നടക്കുമ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ നമുക്ക് അതിനുള്ള ചില സൈൻസ് കാണിച്ചു തരാറുണ്ട്. പക്ഷേ എല്ലാവർക്കും അത് തിരിച്ചറിയാനായിട്ട് സാധിക്കണമെന്നില്ല. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ആകുലതപ്പെട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില വ്യക്തികളെ നമ്മൾ സംശയത്തോടുകൂടി കാണുമ്പോൾ ഇതെന്തായിരിക്കും, അല്ലെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ ആലോചിച്ച് ഒരുപാട് ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ ഒരു മെസ്സേജസ് നമുക്ക് മനസ്സിലാവുന്നത് പോലെ യൂണിവേഴ്സായിട്ട് തന്നെ കൊണ്ടുവന്ന് തരാറുണ്ട്. പക്ഷേ ഇത് തിരിച്ചറിയാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് നമ്മൾക്ക് ഉണ്ടാവുന്ന ആ ഒരു ഡിസ്റ്റർബൻസസ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, നമ്മളിൽ ഉണ്ടാവുന്ന ആ ഒരു നെഗറ്റീവ് വൈബ്, ഇതെല്ലാം കാരണമാണ് നമുക്കത് എന്താണെന്നുള്ളത് ലിങ്ക് ചെയ്തെടുക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം. അപ്പോൾ അത്രത്തോളം ഒരു മൈൻഡ് പോസിറ്റീവായിട്ട് കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അത്രയും കോൺഫിഡൻസ് ഉള്ളൊരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പതിയെ ആ ഒരു വൈബ് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന, മുന്നോട്ട് പോകാനായിട്ട് എത്രത്തോളം ഹോപ്പ് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെയുള്ള സയൻസ് യൂണിവേഴ്സായിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ടാവും. ഒരുപാട് വിഷമിക്കേണ്ടെന്നൊരാവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം സംഭവിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ദിവസം നിങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ളതിൻ്റെ പല സൂചനകളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാവുന്ന അമിതമായിട്ടുള്ള ഒരു നെഗറ്റീവ് വൈബ് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് കൊണ്ടോ നിങ്ങൾക്കത് തിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും അതിലേക്ക് എന്താ പറയുക, ഒരു ലൂപ്പ് പോലെ അതിൽ തന്നെ പെട്ടിട്ട് കിടന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ആ ഒരു ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ്. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് ഒരു സന്തോഷത്തിൻ്റെ നിറകിലെത്തിക്കുക എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്ന മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും കടന്നു വരും. അപ്പോൾ അതിനുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മാറ്റത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നതിനായിട്ടുള്ള ഒരുപാട് സൂചനകൾ നിങ്ങൾക്കായിട്ട് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ചിലവർക്കിത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷയിലായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ തളർന്നു പോവില്ല. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം തീർച്ചയായിട്ടും യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരും, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഡിവൈൻ നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന ആ ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും എന്നുള്ളത് തന്നെയാണ് ലാസ്റ്റായിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. ആ ഒരു വെയിറ്റ് എന്നുള്ളൊരു കാർഡുമാണ്. അപ്പോൾ അതിനായിട്ട് കാത്തിരിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് നിരാശയിലൊക്കെ അകപ്പെട്ട് തെറ്റായ തീരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടുള്ളത് പോലെ ആ ഒരു ബിഗ് ഹാപ്പി ചേഞ്ചസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. അപ്പോൾ അത് ചിലപ്പോൾ ഇന്നോ അല്ലെങ്കിൽ നാളെയോ കിട്ടിയെന്ന് വരണമെന്നില്ല, ചിലപ്പോൾ കാത്തിരിക്കേണ്ടതായിട്ട് വന്നേക്കാം. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു ഡിവൈൻ ടൈം ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഡിവൈൻ ടൈം വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഡിവൈൻ ടൈം നമ്മൾക്ക് പെട്ടെന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മളൊരു നെഗറ്റീവിലേക്ക് പോകേണ്ടെന്ന് യാതൊരു ആവശ്യവും. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ആ ഒരു ഏഞ്ചൽസിൻ്റെ മെസ്സേജസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി സ്പ്രെഡിലേക്ക് വരാം. അപ്പോൾ ഇവിടെ പറയാനുള്ളത് നിങ്ങളുടേത് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നുള്ളതാണ്. കുറച്ച് നാളത്തെ ഒരു പരിചയമോ അല്ലെങ്കിൽ ടൈം പാസിന് ഉണ്ടായിട്ടുള്ളൊരു ബന്ധമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അല്ല. വളരെ ലോങ് ടേം ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ചിലവരുടെ ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ ഡീപ്പായിട്ട് പോയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമായിരിക്കാം. അതുപോലെ തന്നെ സോൾമേറ്റ് കണക്ഷൻ, ട്വിൻ ഫ്ലെയിം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആ ഒരു ജേണിയിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികളായിരിക്കാം. സോൾമേറ്റ് കണക്ഷൻ ആവാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് തീർച്ചയായിട്ടും ഒരു ടവർ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടവർ സിറ്റുവേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു പീരീഡിലായിരിക്കാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ടുണ്ടാവാം. ആ ഒരു ടവർ സിറ്റുവേഷൻ്റെ ആഘാതം ഫേസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അവരിപ്പോഴും അതിൽ നിന്ന് മുക്തരായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ ഫീലിങ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അൺകണ്ടീഷണൽ ലവ് ആണ്. ഒരുപാട് അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി നോക്കുമ്പോഴും അത്രത്തോളം അവർ എന്താ പറയുന്നത്, ഭയങ്കരമായിട്ടുള്ളൊരു ആത്മബന്ധം അവർക്ക് നിങ്ങളോടുണ്ട്. നിങ്ങൾക്ക് മേ ബി തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പോൾ അവരുടെ മനസ്സിൽ അത്രത്തോളം ശക്തമായിട്ട് നിങ്ങൾ കിടക്കുന്നുണ്ട്. ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ടവർ സിറ്റുവേഷന് ശേഷം ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് പീരീഡിലൊക്കെ ആയിരിക്കും ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും പരസ്പരം നിങ്ങൾ അടുത്തില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്നേഹം ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളോട് ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് പഴയതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയതുപോലെ അവൈലബിൾ ആവാൻ സാധിക്കുന്നില്ല. അതിലെല്ലാം ഒരുപാട് നിരാശ ഈ ഒരു വ്യക്തിക്കുണ്ട്. അപ്പോൾ അവർ തന്നെ വിചാരിക്കുന്നത് ഇനി അവരുടെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് തന്നെ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾ തമ്മിൽ തീർത്തും ഒരു നോ കോണ്ടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചേക്കാം അവർ ഞാനില്ലാതെ ജീവിക്കുകയാണ്, അല്ലെങ്കിൽ എന്നിലേക്ക് വരുന്നില്ല. പണ്ട് ചിലപ്പോൾ ഓരോ നിമിഷം എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് അല്ലെങ്കിൽ നിങ്ങളെ കോൾ ചെയ്തൊക്കെ ഇരുന്നൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ഇത്രയും തീർത്ത് മാറിപ്പോകുന്നൊരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും ഇങ്ങനെ അവരിയ്ക്കുമ്പോൾ ചിലപ്പോൾ ഞാനില്ലാതെ സന്തോഷിച്ചായിരിക്കും അവരിയ്ക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ, ഞാനിപ്പോഴും വിഷമിച്ചൊക്കെ ഇവിടെ കഴിയാണ് എന്നുള്ളതെല്ലാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ആ ഒരു പേഴ്സൺ ഒരുപാട് മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മെൻ്റൽ പെയിൻ അവർ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. എത്ര ദൂരെയാണെന്നുണ്ടെങ്കിലും അവരും ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ ഒരു വ്യക്തി, അതിപ്പോൾ നമ്മളുടെ പാർട്ട്ണർ തന്നെ ആവണമെന്നില്ല, നമ്മളുടെ നല്ലൊരു സുഹൃത്തായാൽ മതി, അവർക്ക് എന്തെങ്കിലും വിഷമമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയാതെ തന്നെ ചിലപ്പോൾ നമുക്കത് അറിയാൻ സാധിച്ചെന്ന് വരും. ചിലപ്പോൾ അവർ നമ്മളോടൊന്നും ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ അവരുടെ ഒരു മുഖഭാവത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ സംസാരിക്കുന്ന രീതിയിൽ നിന്നോ
ഏതെങ്കിലും ഒരു ചെറിയ രീതിയിൽ നിന്ന് അവരുടെ മനസ്സിപ്പോൾ നല്ല രീതിയിലല്ല, അല്ലെങ്കിൽ എന്തോ ഒരു വിഷമം അവർ അലട്ടുന്നുണ്ടെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലിപ്പോൾ കമ്മ്യൂണിക്കേഷനിലില്ല, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അകന്ന് മാറിയിരിക്കുകയാണെങ്കിൽ പോലും അവരുടെ ഉള്ളിലുള്ള ഒരു പെയിൻ അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്കും ആ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ വിഷമിക്കുന്നുണ്ട്, അവരില്ലാത്തത് കൊണ്ട് നിങ്ങൾ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു പേഴ്സണും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട്. കാരണം നിങ്ങൾ തമ്മിൽ യോജിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തൊക്കെയോ റിസ്ക് ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അവരെ പോലെ തന്നെ നിങ്ങൾക്കും അറിയുന്നൊരു കാര്യമായിരിക്കും ഇങ്ങനെയുള്ള റിസ്ക് ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്നുള്ളത്. അപ്പോൾ എങ്കിൽ കൂടിയും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കഴിയുമ്പോൾ ആ ഒരു പേഴ്സൺ എത്രയും വേഗം ഓടി വരാനായിട്ടാണ് തോന്നുന്നത്. അല്ലെങ്കിൽ സാഹചര്യം അതിന് അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് എത്രയും വേഗം നിങ്ങളുടെ അടുത്ത് എത്തിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അവരുടെ വിഷമങ്ങൾ പങ്കുവെച്ചാൽ മതി എന്ന് തന്നെയാണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കോൺഷ്യസ് മൈൻഡിന് തീർച്ചയായിട്ടും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണ്, നമുക്ക് ഉണ്ടാവുന്ന എതിർപ്പുകളെല്ലാം നമുക്കറിയാം. പക്ഷെ നമ്മളുടെ ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ അതിനൊരു കടിഞ്ഞാണില്ലാത്ത പോലെ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുക, അല്ലെങ്കിൽ എന്തൊക്കെ തടസ്സങ്ങൾ വേണമെങ്കിലും അവിടെ ഉണ്ടായിക്കോട്ടെ. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലുള്ള തടസ്സം എന്ന് പറയുന്നത് ഫാമിലി ആയിരിക്കാം, സൊസൈറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ നിയമപരമായിട്ട് തടസ്സങ്ങളുള്ള വ്യക്തികളായിരിക്കാം. അപ്പോൾ അത്രയും എതിർപ്പുകളും അവഗണനയൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ തന്നെ അറിയാമെങ്കിലും ചിലപ്പോൾ മാനസികമായിട്ട് നമ്മൾ എന്താ പറയുക, നമ്മളുടെ മനസ്സിൻ്റെ കെട്ടുപൊട്ടിച്ച് എത്രയും വേഗം അവിടെ എത്തണം, അല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിക്കണം, ഒന്ന് കാണണം, അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഈ ഒരു വ്യക്തി മാത്രമായിരിക്കണം എന്നില്ല, നിങ്ങളും ഇതുപോലെ ചിന്തിക്കുന്നുണ്ടാവാം. ഒരുപാട് സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ ആ ഒരു പേഴ്സൻ്റെ ഒന്ന് ശബ്ദം കേട്ടാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ തടസ്സമാണെന്നുണ്ടെങ്കിലും എന്നോട് ജസ്റ്റ് ഒന്ന് വന്ന് മിണ്ടിയിട്ട് പോയാൽ മതിയായിരുന്നു എന്നുള്ളത് നിങ്ങളും ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ അവർ ഒട്ടും ഹാപ്പി അല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രത്യേകിച്ച് ആ ഒരു പേഴ്സൺ ഒരുപാട് വറീഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ടെൻസ്ഡ് ആവുന്നുണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവരോടൊപ്പമുള്ള ആൾക്കാരോട് പോലും അവർക്ക് വഴക്കിടേണ്ടതായിട്ട് വന്നേക്കാം, അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടേണ്ടതായിട്ട് വന്നേക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എല്ലാം അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലും അവർ ചിന്തിക്കുന്നത് അവരുടെ ഒരു മനസ്സ്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടും അവർ ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നുള്ളതൊന്നും നിങ്ങൾ ചിന്തിക്കരുത്, അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സ് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നാളെ ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പിന് മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള ആ ഒരു ടവർ സിറ്റുവേഷനകത്ത് മാറ്റം ഉണ്ടാവും എന്നുള്ളത് തന്നെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവരുടെ സാഹചര്യം വശാലാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവർ നിങ്ങളോട് പറയാതെ പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ടി വന്ന ഒരു സമയത്ത് ചിലപ്പോൾ വേറെ രീതിയിൽ ചിന്തിച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്ത് പോയിട്ടുള്ള ആളായിരിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഇവിടെ വന്നിട്ടില്ല. ആ ഒരു ടവർ സിറ്റുവേഷൻ്റെ ഭീകരതയും നമുക്ക് എന്താണ് റീസൺ എന്നുള്ളത് കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ കൂടിയും നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോപ്പുണ്ടോ, എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ നിങ്ങളിലേക്ക് എത്താൻ, ചിലപ്പോൾ അത്രയും ഭീകരമായിട്ടുള്ളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ ഉള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ കോൺടാക്റ്റ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടോ നിങ്ങളിലേക്ക് എത്താനെന്ന് വിചാരിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, അവരെ കൊണ്ട് കഴിയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നൊരു വ്യക്തിയാണ്. അല്ലാതെ നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് ജസ്റ്റ് ആ ആലോചന മാത്രമായിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ അല്ല, ഇപ്പോഴുള്ള സാഹചര്യം മാറ്റിയെടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ്. അപ്പോൾ ആക്ച്വലി ഈ ഒരു പേഴ്സൺ ഒരുപാട് മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ ഒരു ടവർ സിറ്റുവേഷൻ വരുന്നതിന് മുൻപും അവർ നല്ല രീതിക്ക് പരിശ്രമിച്ചിട്ടുണ്ടാവാം. നിങ്ങൾക്കും ചിലപ്പോൾ അറിയുന്നൊരു കാര്യമായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് അവരും ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ച് അതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആകെ പെട്ടിരിക്കുക എന്നൊക്കെ പറയില്ല, ആ ഒരു അവസ്ഥയിലാണ് സത്യത്തിൽ അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത്രയും മോശമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണെന്നുണ്ടെങ്കിൽ പോലും അവരൊരിക്കലും നിങ്ങൾക്കുള്ള, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനുള്ള പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് ആ ഒരു ഹോപ്പുണ്ട്, അതിന് വേണ്ടിയിട്ട് അവരെ കൊണ്ട് കഴിയാവുന്ന പോലെ ഈ ഒരു സാഹചര്യം മാറി വരാനായിട്ട് അവർ പരിശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇത്രയും മോശമായിട്ടിരിക്കുന്നൊരു സാഹചര്യത്തിൽ എന്നാൽ അത് അതിൻ്റെ വഴിക്ക് പോട്ടെ, എപ്പോഴെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളൊരു രീതിയിൽ വേണമെങ്കിൽ ഇരിക്കാം. പക്ഷെ അങ്ങനെയല്ല, ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. അപ്പോൾ അവരെ കൊണ്ട് കഴിയാവുന്ന വേഗത്തിൽ അവർ നിങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തത് കൊണ്ട് മാത്രം
നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടൂടെ ആ ഒരു 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. അതുപോലെ തന്നെയാണ് അവർ. ഇപ്പോൾ സാഹചര്യം അനുകൂലമല്ലെന്ന് അറിഞ്ഞിട്ട് പോലും അവരുടെ മനസ്സിനകത്ത് വെള്ളവും വളവും കൊടുത്ത് അവർ നിങ്ങളെ കൊണ്ടു നടക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടു നടക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്തുനിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടില്ല. നമ്മളൊരു മരം നടുമ്പോഴും അങ്ങനെയല്ലേ, അത് നട്ടോടനെ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു ഭാവി പ്രതീക്ഷ കൊണ്ടാണ് നമ്മളതെല്ലാം ചെയ്തു വെക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അതിൽ നിന്ന് ഒന്നും റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇതിന് റിസൾട്ട് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വന്ന് പെട്ടിട്ടുള്ള തടസ്സങ്ങൾ മാറിപ്പോകുന്ന ഒരു ദിവസം വരും എന്നുള്ള ഹോപ്പിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ സ്റ്റേബിളായിട്ട് നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് പോസിറ്റീവായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളോട് അൺകണ്ടീഷണൽ ലവ് ഉള്ളൊരു പേഴ്സൺ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. ഇത്രയും കേട്ട് കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായേക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ സെപ്പറേഷൻ്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നൊരു റീസൺ ആയിരിക്കുമല്ലോ. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ സ്വഭാവം ഇവിടെ പറഞ്ഞതുപോലെയാണോ, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന പേഴ്സൺ ആണോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ എങ്കിൽ കൂടി നമുക്ക് കൺഫർമേഷന് വേണ്ടിയിട്ട് കുറച്ച് ക്ലൂസ് കൂടി എടുക്കാം. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി അല്ലേ. അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നത് കൂടുമ്പോൾ നിങ്ങൾക്കും അത് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് കാസർഗോഡാണ്. ലെറ്റർ ബി, സെപ്റ്റംബർ മന്ത്, നമ്പർ 13, 13 കേട്ടോ. കാർത്തിക നക്ഷത്രം, ലെറ്റർ പി, നമ്പർ 1, നമ്പർ 12, അക്വേറിയസ് സോഡിയക് സൈൻ, ഉത്രട്ടാതി നക്ഷത്രം, നമ്പർ 18, ലെറ്റർ സി, Pisces zodiac sign, number 10, number 26, number 22, letter R, letter H, letter K, number 15, letter G, ലെറ്റർ ഒ. ഇന്ന് ലെറ്റേഴ്സ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. കാപ്രിക്കോൺ സോഡിയക് സൈൻ, നമ്പർ 28, ആയില്യം നക്ഷത്രം, ആൻഡ് ഫൈനലി ലെറ്റർ യു. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് ഇത്തരത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന പേഴ്സൻ്റെ ഒരു എനർജി പ്രകാരം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സണെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതിലോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പോലും നിങ്ങളുടെ നല്ലതിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ദുഃഖങ്ങളും കാര്യങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഈ ഒരു രീതിയിൽ അനുഭവിച്ച് തീരണമെന്ന് നിങ്ങൾക്ക് വിധിയുള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പേഴ്സണാണ് ഇപ്പുറത്തുള്ളത്. നിങ്ങൾ തമ്മിൽ കാണുന്നില്ല, സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ പഴയ കോൺടാക്റ്റോ അവൈലബിലിറ്റിയോ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെ മറന്നു പോവുകയോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരണ്ടെന്ന് ചിന്തിക്കുകയോ ഒന്നും ചെയ്യുന്നൊരു പേഴ്സൺ അല്ല. വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെ കാണുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ എടുത്ത ആ ഒരു ഏഞ്ചൽസ് മെസ്സേജസ് പോലെ ബിഗ് ഹാപ്പി ചേഞ്ചസ് ഇത് നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ആ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ പേഴ്സൺ എല്ലാ തടസ്സങ്ങളും നീക്കി നിങ്ങളിലേക്ക് വരണം എന്നുള്ളതായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റീകൺസിലേഷൻ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കും. ഇവിടുത്തെ ഒരു എനർജി പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഒരു സ്ട്രോങ് റീകൺസിലേഷൻ തന്നെ ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ അതിനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.